ഇതെന്ത് മീനാ? ഹമൂർ. ആ സരിത പെൺകുട്ടി അവിടെ പോയി ഇതുവരെ എപ്പോഴും വന്ന് കാത്തു കെട്ടി കിടക്കും. ഞാൻ പോയത് കടലിൽ പോയെന്നേറ്റാ വിചാരിച്ചാ എന്തോരി. സരിതേ, ഓ എന്ത് ഉറങ്ങണ? എന്താടി എന്ത് എന്ത് മുഖം വീർപ്പിച്ചോണ്ടിരിക്കണെന്താ? കടലെടുത്തോട്ട് പോയോ? കൊണ്ടുപോയനെ. എന്തു ചെയ്യേ? എന്താ എന്റെ അടുത്ത് വരെ വന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കേക്കാൻ വയ്യ ചളി. അമ്മോ. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെന്ത് മീനാ? ഹമൂർ. എന്ത്? ഹമൂർ. അല്ല ഇപ്പൊ ഞാൻ ഇനി തളർന്ന് വന്നതാ. ഞാൻ വെക്കട്ടെ? സാധാരണ അമ്മായി തളർന്നു വന്നതല്ലേ, ഇന്ന് അമ്മായിക്ക് റെസ്റ്റ് എന്നൊക്കെയാണ് ഞാൻ പറയാറ്. അപ്പൊ ഇന്ന് ഞാൻ പറയില്ല എന്ന് തോന്നണ്. ഞാൻ തളർന്നു വന്നത് ഇങ്ങോട്ട് നമ്മളെടുത്തോട്ട് പറയണ്ടേ? എന്റെ അവസ്ഥ ഞാൻ തന്നെ പറയണ്ടേ? എന്നാ പോയിക്കോ, ലീവ് എടുത്തോ. ജീവനം കൊണ്ട് ഓടി. നീ ഒരു കാര്യം ചെയ്, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഓക്കെ തൊലിക്കാൻ. എനിക്ക് പൊട്ടിയത്. അതിന് കുറച്ച് ബല കുറവ് എനിക്ക് പറ്റിയത്. സൗണ്ട് കൊള്ളാം അല്ലേ? നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള സൗണ്ട്. പണ്ടൊക്കെ അല്ലേ ഇങ്ങനെ കടിക്കുമ്പോ ഒച്ച കേൾക്കൂലേ, പതുക്കെ കഴിക്കും എന്ന് അമ്മ എപ്പോഴും പറയും. അപ്പൊ പക്ഷെ അന്ന് എനിക്ക് പറയാൻ നാണക്കേടാ, എനിക്ക് ഈ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടാ. അല്ലേ? അതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഈ മുറുക്ക് കടിക്കുന്നതും സവാള കടിക്കുന്ന ശബ്ദം, പപ്പടം കടിക്കുന്ന ശബ്ദം, അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഇപ്പൊ എനിക്കത് പറയാൻ പേടി, കാരണം ശബ്ദമില്ലാണ്ട കഴിക്കുന്നത് പറയുന്നതുകൊണ്ട്. മുറുക്കൊക്കെ ശബ്ദത. അതാ ഞാൻ വലുതായി കഴിഞ്ഞ് മൊബൈലൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതാണിപ്പോ ASMR ആയി വരുന്നത്. അസ്മർ. ചിലർക്ക് ഇതിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, റിലാക്സ് ഫീൽ കൊടുക്കും പറയണേ ഈ ശബ്ദം കേൾക്കുമ്പോ. കുറച്ച് കഴിച്ച് നമ്മൾ ആ സൗണ്ടോട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. പിന്നെ ആ സൗണ്ട് ചവച്ച നിക്കണ പോലെ നമുക്ക്. ചിലവര് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറയാണ്, ഇത് ഞാൻ കേട്ട് ഹെഡ്സെറ്റ് വെച്ച് അത് ഞാൻ കേട്ട് കിടന്ന് ഉറങ്ങാറാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് മാനസിക രോഗമാണോന്ന് ചോദിച്ചു. ഇത് ഒരുമാതിരിത്തെ മാനസിക രോഗം എന്ന് തന്നെ പറയാം. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു റിലാക്സ് കിട്ടുന്ന ഒരു സൗണ്ട് ആണെന്നാണ് പറയണത് ചിലവർക്ക്. എല്ലാവർക്കും അല്ല, ചിലവർക്ക്. ഈ കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഞാനിരുന്ന് കാണും, കറുമുറായിരുന്നു കഴിക്കണൊക്കെ. ചൈനക്കാരുണ്ട് ഇത്രയും ഫുഡ് എടുത്ത് വെച്ചു. അതിനൊക്കെ നല്ല മില്യൺ വ്യൂവേഴ്സും ഉണ്ട്. സമ്മതിക്കണം അത്രയും കഴിക്കാൻ. അതെ വാ ഇത്രേ ഉള്ളൂ, കുഞ്ഞു വാ, പക്ഷെ വാ തുറ വലിയ വാ.
പേടിപ്പിച്ചു. എവിടെയൊക്കെ മുള്ളുണ്ടെന്ന്. നീ എടുത്തോളൂല്ലോ. അപ്പൊ ഞാൻ ഇനി കയ്യിൽ വിറകാക്കിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അടുപ്പൊന്ന് കത്തിക്കേച്ചി. പണിയെടുക്കുമ്പോ അവക്ക് ദേഷ്യം വരുന്നു. അടുപ്പൊന്ന് കത്തിക്ക് ചേച്ചി. അപ്പൊ ഞാൻ ഈ അടുപ്പത്ത് നിക്കണമെന്നോ ഒന്നുമല്ല. കുറെ നേരം കൊണ്ട് കണ്ണിലടിക്കുന്നത്. എപ്പോഴും അങ്ങനെയാ. ഞാൻ എപ്പോഴാണ് അടുപ്പിന്റെ ഫ്രണ്ട് അപ്പം എന്റെ അടുത്ത് മാത്രം ഒക്കെ വന്നോണ്ടിരിക്കും. നിനക്ക് തോന്നണോ? കഷ്ടമാണ്. കൈ കഴിക്കാം ആളു. എന്നിട്ട് അമ്മായിനെ വിളിച്ചോ, എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഇതിവിടെ നിന്നാവട്ടെ. എനിക്കാണോ? കണ്ടാ? കണ്ട്. എനിക്ക് ഒരു കഷണവും തന്നിട്ട് 2 കൊമരികളും കൂടെ അത്ര തിന്ന്. ശരിയാ, പാവം കഴിക്കണ ഇതൊക്കെയാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടണേ. ഞാൻ പോണു. ഞാനും പോണം. നിങ്ങൾ സാവധാനം ഒരെണ്ണം കൂടി ഉണ്ട്, അത് കഴിച്ചിട്ട് വന്നാൽ മതി. ഞാൻ പോണം. ഞാനും പോണ്. അപ്പൊ ഞാൻ മാത്രമേ തൂത്തുവാരിയിട്ട് വന്നാ മതി. ഞാൻ എടുത്തിട്ട് വരാം. കുഞ്ഞു പോകുന്നുണ്ടോ? ഇതൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കണ മീനാ, വേവ് കുറവാ, പെട്ടെന്നാവും. അച്ചോ, മസാല മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി, മനസ്സിലായോ? 2 വിറകെടുത്തോണ്ട് വരുമോ മാളു? അയ്യോ, വലുത് വേണോ? അയ്യോ, മതി. ഇപ്പുറത്തേക്ക്. നീ എവിടെ നിന്നാലും നിന്നെ നോക്കി ചേച്ചി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്നറിയോ? അറിയത്തില്ല. ഫിഷ് മസാല. ഇനി മസാല കൂട്ടുണ്ടാക്കോ? നീ എന്ത് വിചാരിച്ച് ഇങ്ങനെ തന്നെ നിനക്ക് തരുന്നല്ലേ? നടക്കില്ല മോളെ, നടക്കില്ല മോളെ. ഇതിനി വേണോ? എന്താ? അത് വേണ്ട, അത് വേണ്ട. അതല്ല ഞാൻ അപ്പുറത്തോണ്ട് വെച്ചത്. സോറി. അത് എനിക്ക് മണ്ടയ്ക്കരുത് പെട്ടെന്ന്. ഇതില് പുളിയില്ല കേട്ടോ മാളു. ഇല്ലേ? എന്തേ? അമ്മായി, ഓ, അമ്മായിക്ക് മീൻകറിക്ക് പുളി വേണം. പുളിയില്ല കേട്ടോ ഇതില്. മീൻ കറിയല്ല. അപ്പൊ മീൻ റോസ്റ്റ് കേട്ടിട്ടുണ്ടോ? മീൻ പെരട്ട് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്നാ മീനും പെരട്ടും അല്ല, റോസ്റ്റും അല്ല, എല്ലാത്തിന്റെയും ഒരു വകഭേദമാ. വകഭേദോ? മീൻ മസാല. കഴിക്കാം. ഒടയില്ലെങ്കിൽ നീ എന്നാ കഴിച്ചോ? ഇന്ന് ഇയാളെ കൊണ്ട് ഞാൻ തീറ്റിക്കുമല്ലോ. കാണണല്ലോ എനിക്ക്. എന്താ പറഞ്ഞേ? പുളി ഇല്ലെങ്കിൽ നീ തന്നെ അങ്ങ് കഴിച്ചോളാൻ.
ഉള്ള ഉപ്പ് അത്രയും വാരി ഇടുന്നു. കരിനാക്കെടുത്ത് തിരിച്ചിട്ട് ഞാൻ അപ്പോഴത്തേക്ക് കണ്ടറിഞ്ഞൂടെ ഈ സവാളയ്ക്ക് അത് തികയൂലെന്ന് കണ്ടറിഞ്ഞൂടെ എന്റെ അമ്മായി. ആദ്യം കുറച്ചിടണം, ഇട്ട് നോക്കിയിട്ട് എന്തിനീ വേണമെങ്കിൽ ഇട്ടാ ഇരട്ടി പണി പോരെ. ചെയ്യണ എന്തിനാ? എന്നാ പിന്നെ അതിരിക്കണം മൊത്തം തട്ട്. ഞാൻ ഇന്ന് വരെ കമത്തി ഇട്ടിട്ട് ഇന്ന് വരെ ഉപ്പ് കൂടിയിട്ടൊന്നുമില്ല. ഇല്ല എങ്കിൽ വേണ്ട. കൂടിയിട്ടുണ്ടോ അമ്മളു? നീ ഇന്ന് 2 ദിവസം കൊണ്ട് എന്നെ അടിയുണ്ടാക്കാൻ വേണ്ടി നീ പ്രേരിപ്പിച്ചോണ്ടിരിക്കുക. ഇതെന്ത് കഷ്ടമാ, ഞാനെന്ത് ചെയ്ത്? ഉപ്പ് നോക്ക്. ഇപ്പൊ കണ്ട ശ്യാമളയുടെ മഹിമ. ആ ഓക്കെ ഓക്കെ അല്ലേ? ഉപ്പ് നോക്ക്. ആ ആ കുറച്ച് കൂടിയോന്നൊരു സംശയം. കൂടിയ കുറയ്ക്കാനുള്ള കഴിവും സരിതയ്ക്കുണ്ട്. ഉം. ഇതൊട്ടും കൂടിയിട്ടില്ല, അത് കറക്റ്റാ ഇല്ലേ? ഓക്കെ. തക്കാളി ഇട്. മുപ്പത്തറിയും വാരി ഉപ്പ് വാരിയിട. മല്ലിപ്പൊടി, മുളക് പൊടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ചേരി മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി. ഓക്കെ, ഒരു പേരിന് കാശ്മീരി ഇരുന്നോട്ടെ. മതി. കുരുമുളക് അതിട്ടോ. തണ്ടുണ്ടോ ഇതില്? ഇളക്കണോ ഞാൻ? ഇവിടെ ഇട്ടിളക്കിയാ മതിയോ? ആ മസാല ഒന്ന് മൂത്തതിന് ശേഷം തക്കാളി ഇറക്കണം. ഓക്കെ, തക്കാളി വഴറ്റണം. പറഞ്ഞാ മതി. മസാല മൂത്തിട്ടുണ്ടാവുമല്ലോ അമ്മ ഇപ്പൊ? ആ മൂത്ത്. മാളു പറ, നീ 2 എണ്ണം കുനിഞ്ഞിട്ട് ഒരു കുപ്പ എടുക്കൂല, ബാക്കിയുള്ളവർ വേണം. അല്ല ഉള്ളി പറക്കി കൊണ്ടുവന്ന് കത്തിക്കാനും എടുക്കാനും ഒക്കെ. മറ്റേ ആ മീനൊന്നും എടുത്തോണ്ട് വരുമോ? ഞങ്ങള് കത്തിക്കുമ്പോഴൊന്നും ഞങ്ങളെ മേത്തോട്ട് ഇങ്ങനെ കേറി വരാറില്ല തീ. നിങ്ങളെ കത്തിപ്പ് അത്ര കത്തിപ്പാണ് കണ്ടാ? ആ മേത്തോട്ടാ കേറി വന്നെ ഇപ്പൊ തീ അല്ലേ? ഓരോന്നോരോന്ന് പെറുക്കിയിടും. കൈയുണ്ടോ? അല്ല, കാലുണ്ട്. അങ്ങനെയല്ല, സ്പൂണല്ല എടുക്കണമെന്നാണ് വിചാരിച്ചത്. പിടിച്ചു കളയോ? ഇത് പൊടിഞ്ഞു പോവൂലേ? പൊടിയില്ല. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അങ്ങനെയല്ല, ഇതവിടെ ഉള്ളോ? നിക്ക് സൈഡ് ഒതുക്കി തരാം. അവിടുന്ന് അങ്ങോട്ട് നീക്കാം. അപ്പൊ അവിടെ ഇടുമ്പം അത് ഇങ്ങോട്ട് നീക്കിയാൽ മതിയല്ല. ഇതെടി നോക്കി പഠിപ്പിക്കുന്ന. ഭയങ്കര വേട്ടയാണ്. അമ്മായി, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ടേബിൾ സെറ്റ് ചെയ്തോ? കഴിഞ്ഞു. ഇല്ല, ഞാനിപ്പോ അവളിവിടുന്ന് ജീവനും കൊണ്ട് ഓടാൻ നിൽക്കുക. പോകാ അതല്ലേ ഓടാന്ന് പറഞ്ഞേ.
പൊറോട്ട ഇനി ഞാൻ എടുത്ത് തന്നാലേ തിന്നോളൂ. അതത്രേ ഉള്ളൂ. ചൂടാവണത് കണ്ട നമ്മള് നല്ല മുള്ളല്ലേ. ഇവിടെ ആരൊക്കെയോ പറയണ്ടായിരുന്നേ, പുളിയില്ലാത്ത മീൻ നിങ്ങളങ്ങ് കഴിച്ചാൽ മതി എന്നൊക്കെ. വല്ലവരും പറയണോ നീ എന്തിനു ശ്രദ്ധിക്കുന്നത്? നമുക്ക് വല്ലതല്ലോ. അതെ അതെ, ഞങ്ങൾക്ക് വല്ലവരായിട്ട് തോന്നി. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എങ്കിലല്ലേ. വയസ്സായില്ലേ, മറവിയൊക്കെ വരും. ഇപ്പോഴെങ്കിലും അവള് സമ്മതിച്ചല്ല എനിക്ക് വയസ്സായെന്ന്. മറവിയൊക്കെ വരും. ഞാൻ ഇനി എന്ത് പ്രായം കാണിച്ചാല് അതിൽ കൂടെ അങ്ങ് ഉൾക്കൊണ്ട് പോവും. അങ്ങനല്ലേ? വലിയ മുള്ളാണേ, സൂക്ഷിക്കണേ. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് പുളിയില്ലാണ്ട്? തക്കാളിയുടെ പുളിയുണ്ട്. നല്ല ടേസ്റ്റ്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്നെങ്കിലും മീനിന്റെ പേര് മറന്നുപോയി. അമ്മൂറ് ആ എരിവുണ്ട് കേട്ടോ. നമുക്ക് വെക്കാണ് ഇതാ മുളക്. നല്ല ബലമുള്ളതാണ് മുള്ളു, ശ്രദ്ധിച്ചോ. എനിക്ക് മീൻ വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് പൊറോട്ട കൂട്ടി കഴിക്കാനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.